മയ്യിത്ത് കാണാൻ വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുക. ആണിന്റെയും പെണ്ണിന്റെയും മയ്യിത്ത് ഒരുപോലെ കാണുന്ന ഒരു സമ്പ്രദായം നമുക്കിടയിൽ പലർക്കിടയിലുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരെയാണോ നമുക്ക് കാണാൻ അനുവദനീയമായിട്ടുള്ളത്, മരണാനന്തരവും നമ്മൾ അവരെയേ കാണേണ്ടതുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവന്റെ ഉമ്മ മരിച്ചു നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് മരിച്ചതിന് ശേഷം എന്തിനാ വെറുതെ ഒരു ഹറാമ് ചെയ്യുന്നത്? എന്തിനാണ് ആ മരണപ്പെട്ടു പോയ ആൾക്ക് ഈ ഹറാമിന്റെ കാര്യം കൂടെ ആൾക്ക് കിട്ടുന്നത്? ഹറാമല്ലേ അത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരെയാണോ നമുക്ക് കാണാൻ അനുവദനീയമായിട്ടുള്ളത്, അവരെ തന്നെയേ മരണത്തിന് ശേഷവും നമുക്ക് കാണൽ അനുവദനീയമാവുകയുള്ളൂ. ഞാനതൊന്നും വിശദീകരിച്ചു പറയേണ്ടതില്ല, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ മയ്യിത്തൊന്ന് കാണുക എന്ന് നമ്മുടെ ലക്ഷ്യമാക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ മയ്യിത്ത് കാണുക എന്നുള്ളതല്ല ലക്ഷ്യം. പിന്നെയോ ആ മരിച്ചയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മരിച്ചവരുടെ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും നമ്മുടെ ആ അനുശോചനം, അല്ലെ? അവന്റെ ദുഃഖം എന്റെയും ദുഃഖാണ്. മുഅ്മിൻ അങ്ങനെയാണ്. അവന്റെ സന്തോഷം എന്റെയും സന്തോഷാണ്, അവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. നിന്റെ വാപ്പ മരിച്ചു, നിന്റെ ഉമ്മ മരിച്ചു, ഞാനതിൽ ദുഃഖിക്കുന്നു, നിന്നെപ്പോലെ ഞാനും സങ്കടപ്പെടുന്നു. അവന്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് ഒരു മുഅ്മിൻ. മയ്യിത്ത് കാണുക എന്നുള്ളത് ലക്ഷ്യാക്കേണ്ട ആവശ്യമില്ല. സ്വാലിഹീങ്ങളുടെ മയ്യിത്ത് കാണാം, ആലിമീങ്ങളുടെ മയ്യിത്ത് കാണാം. പക്ഷെ അതൊരു സുന്നത്തായിട്ടല്ല, അത് അതിന്റെ ഒരു ബറക്കത്ത് ഉദ്ദേശിച്ച് കാണുന്നതിന് വിരോധമില്ല. അവരുടെ മയ്യിത്ത് കാണലൊന്നും പ്രത്യേകമായ സുന്നത്തായിട്ടാരും പരിഗണിക്കുകയും അരുത്. ചിലപ്പോൾ കാണാം ഇങ്ങനെ തിക്ക് കൂട്ടുന്നു, തിരക്ക് കൂട്ടുന്നു. നമ്മൾ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ മക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബന്ധുക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ആളുകളെ ആ മയ്യിത്ത് കാണിക്കാൻ കഴിയുമെന്ന കാര്യത്തിലല്ല, പ്രിയപ്പെട്ടവരെ, ആ മയ്യിത്ത് എത്ര വേഗത്തിലാണ് ഖബറടക്കാൻ കഴിയുക എന്നതിലേക്കാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ മരിച്ചു, നമ്മളെയാണ് ഇതുപോലെ ഇങ്ങനെ അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരൊക്കെ വന്ന് ഇങ്ങനെ കാണുന്നത് നിന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര ദുഃഖായിരിക്കും? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര പ്രയാസമായിരിക്കും? അതുകൊണ്ടത് ഗൗരവത്തോടെ എന്റെ പ്രിയപ്പെട്ട സമുദായമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, മരണം ചിലർ ആഘോഷമാക്കി മാറ്റാറുണ്ടോ എന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ തന്നെ പലരും അവിടേക്ക് വിളിച്ചു പറയാ, ഇവിടേക്ക് വിളിച്ചു പറയാം. മരണം അറിയിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, മരിച്ചാൽ ആ മരണം മുഅ്മിനീങ്ങളെ അറിയിക്കണം. ബഹുമാനപ്പെട്ട നജ്ജാഷി രാജാവ് മരിച്ചപ്പോൾ, എത്യോപ്യയിലുണ്ടായിരുന്ന നജ്ജാഷി രാജാവ് മരിച്ചപ്പോൾ ആ രാജാവിന്റെ മരണവൃത്താന്തം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുകയും അവിടുത്തെയുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. മരിച്ചാൽ ആ മയ്യിത്ത് മരിച്ച വിവരം അറിയിക്കണം. മുഅ്മിനീങ്ങളൊക്കെ വരട്ടെ, അവരൊക്കെ അറിയട്ടെ. പള്ളിയിലൂടെ അറിയിക്കാം, മൈക്ക് കെട്ടി അറിയിക്കാം, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പണ്ഡിതന്മാർ വിലക്കിയിട്ടില്ല അതിനെ. ഞാൻ പറയുന്നത് VIP-കളെ കൊണ്ടുവരിക. എന്റെ വാപ്പ മരിച്ചപ്പോ ഇന്ന ആള് വന്നു, മറ്റേ ആള് വന്നു. ഇതൊക്കെ കൽബിന്റെ ഒരു തരം അഹങ്കാരത്തിന്റെ ഭാഗമാണ്, ഒരു തരം പൊങ്ങച്ചത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് അവർക്കുള്ള ഒരു സ്വീകരണം, അവരുടെ കൂടെ കുറെ ആളുകൾ വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ളതിലപ്പുറം നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് കുറെ മുഅ്മിനീങ്ങൾ ആ മയ്യിത്തിന്റെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്, അവരുടെ ദുആ കിട്ടട്ടെ എന്നുള്ളതാണ്. പിന്നെ അവിടെ ചെയ്യേണ്ട കാര്യം, ഇഖ്റഊ അലാ മൗതാകും യാസീൻ, നിങ്ങൾ യാസീൻ ഓതുക. അലാ മൗതാകും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ മേലിൽ യാസീൻ ഓതുക. മരിച്ച വീടുകളിൽ പോയി സംസാരിക്കാൻ നിൽക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വറ പറയാൻ നിൽക്കാതെ, ആ മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോക ഗുണത്തിന് വേണ്ടി യാസീൻ ഓതുക എന്ന ഒരു ദൗത്യമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. മറ്റൊരു സമ്പ്രദായം കൂടെ ചില ആളുകൾക്കിടയിൽ കൂടി വരുന്നു. രോഗിയെ കാണാൻ പോയാൽ ആ രോഗിയുടെ മുമ്പിൽ വെച്ച് ഫോട്ടോ എടുക്കുക. എന്തൊരു ദുരന്താണിത് എന്നറിയോ? മരിക്കാൻ കിടക്കായിരിക്കും. സൗദി അറേബ്യയിലെ ഒരു ചെറിയ കുട്ടി തന്റെ
ഗ്രാൻഡ് ഫാദറിന്റെ വെല്ലിപ്പയുടെ അടുക്കൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പത്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. നമ്മളുടെ ഇടയിലും അത്തരം വിഡ്ഢികളുണ്ട്. ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ ഫോട്ടോ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ തോന്നുന്നത്? അല്ലേ? രോഗസന്ദർശനം ഇസ്ലാമിന്റെ മുഹമ്മദുർ റസൂലിന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. നിരവധി മലക്കുകൾ ആ രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തും. മലക്കുകൾ നിരവധി ഇസ്തിഗ്ഫാർ നടത്തും. ബാധ്യതയാണ്. ഇതാ മരിള ഫഉദുഹു, നിന്റെ സഹോദരൻ രോഗിയായാൽ ആ സഹോദരനെ പോയി സന്ദർശിക്കണം. പക്ഷെ എങ്ങനെയാണ് നിനക്ക് അവനെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നത്? എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. വാട്സപ്പിലൂടെ രോഗികളായ ആളുകളുടെ രോഗിയെ കാണാൻ വേണ്ടി പോയിട്ട് അതും ഫോട്ടോയാക്കിയിട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ. ചെയ്യരുത് പ്രിയപ്പെട്ടവരെ, അരുതായ്മയാണ്. അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ എത്ര മാർഗങ്ങൾ വരണ്ട്. സെൽഫി എടുത്തിട്ടോ അതല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടോ പ്രചരിപ്പിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണ്? ഇയാളെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഇയാളുടെ രൂപം ഇങ്ങനെയൊക്കെയാണ്. എന്നിലൂടെയായിരിക്കണം ഈ വാർത്ത ആദ്യമായിട്ട് അറിയേണ്ടത്. നൈമിഷികമായ നമ്മുടെ ഒരു വികാര ശമനത്തിന് വേണ്ടി നമ്മൾ ഈ പാവപ്പെട്ട രോഗിയെ കരുവാക്കരുത്. ചിന്തിക്കണം നമ്മൾ. അപ്രകാരം മരിച്ച വീടുകളിൽ ഫോട്ടോ എടുക്കുക. ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ പലരും ഫോട്ടോഗ്രാഫർമാരാകാറുണ്ട്. വലിയ രാഷ്ട്രീയ നേതാക്കള്, പണ്ഡിതന്മാര്, നേതാക്കള്, ഇവരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും മഹാന്മാരായ ആളുകളായതുകൊണ്ട് ചിലപ്പോൾ അത്യാവശ്യമായ രീതിയിൽ അവരുടെ ചില ചിത്രങ്ങളൊക്കെ എടുക്കാറുണ്ട്. ചില ആളുകൾ അത് പത്രത്തിൽ കൊടുക്കാറുണ്ട്. ഞാൻ അതിന് നിരുത്സാഹപ്പെടുത്തല്ല. പക്ഷേ എന്തിനാണ് ഖബറുകൾ ഫോട്ടോ എടുക്കുന്നത്? ഇപ്പൊ അടുത്ത് ഞാൻ എനിക്ക് കാണിച്ചു തന്നു. ഒരാള് ഖബറിന്റെ അവിടെ നിന്നിട്ട്, അയാളുടെ ആരോ മരിച്ചതാണ്, എന്നിട്ട് ആ ഖബറിന്റെ അവിടെ നിന്നിട്ട് സെൽഫി. യാ അല്ലാ, എവിടെ എത്തിപ്പോയി മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ? എവിടെ എത്തിപ്പോയി? ഈ സെൽഫി എന്ന് പറഞ്ഞാൽ തന്നെ പലപ്പോഴും നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. അത് നമ്മുടെ കൽബിന്റെ ഒരു ദുരഭിമാനവും അഹങ്കാരവുമായിട്ട് മാറാറുണ്ട്. സാധാരണ സെൽഫി തന്നെ അല്ലേ? നമ്മളുടെ ആ ഒരു ഭംഗിയും സൗന്ദര്യവും നമ്മളുടെ ആ ഒരു ഏറ്റവും വലിയ മനോഹാരിതയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ് മഹാന്മാരായ ഉലമാഇന്റെയും സൂഫി ചക്രവാളത്തിലെ ഉന്നതന്മാരായ മഹാന്മാരുടെയും നിരുത്സാഹത്തിന് പാത്രമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഫോട്ടോ എടുക്കുക, സെൽഫി പ്രദർശിപ്പിക്കുക എന്നുള്ളത്, അത് ഈ മരണ വീട്ടിലാവുക എന്നുള്ളത് എത്ര വലിയ ഒരു ക്രൂരതയാണ് അല്ലേ? നീ നിന്റെ കാര്യം ആലോചിക്കുക. നിന്റെ വാപ്പയുടെ സ്ഥാനത്ത് ആ മരിച്ചയാളെ സങ്കല്പിക്കുക, നിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് സങ്കല്പിക്കുക, അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് സങ്കല്പിക്കുക. ഒരു പക്ഷേ ആ മരണപ്പെട്ടു പോയ ആളുടെ മകന് നിന്നോടത് പറയാൻ പ്രയാസമായിരിക്കും. മരണപ്പെട്ടു പോയ ആളുടെ ഭർത്താവിന് നിന്നോടത് പറയൽ ബുദ്ധിമുട്ടായിരിക്കും. അതിനെ ചൂഷണം ചെയ്ത് മരിച്ചുപോയ ആളുകളുടെ വീട്ടിൽ വെച്ച് സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുക എന്ന സമ്പ്രദായത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സമുദായമേ നമ്മൾ വിട്ടുനിൽക്കേണ്ടവരാണ് അല്ലേ? ഖബറിലേക്ക് പോയിട്ട് ആ ഖബർ ഫോട്ടോ എടുക്കുന്ന മനുഷ്യന്മാർ വരെയുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം നമ്മളൊന്ന് നിയന്ത്രിച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ ആകെ പേടി വരേണ്ട ഒരു സന്ദർഭമാണ് അതുണ്ടായിക്കൊള്ളും അല്ലേ? മയ്യത്തിന്റെ കൂടെ നടക്കുന്ന സമയത്ത് ആ ഫോൺ ഒരു 10 മിനിറ്റ് ഓഫാക്കി വെച്ചോ. ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു 10 മിനിറ്റ് ക്ഷമാപൂർവം ആ ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചോ. എന്തൊരു നന്മയായിരിക്കും അത്. ആ സമയത്ത് നിന്നെ നിരന്തരമായി വിളിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഇൻഷാ അല്ലാ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞായിക്കോട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ, ചെറുപ്പക്കാരാ, നാളെ നിന്നെയും കാത്ത് ഇതുപോലൊരു മുഹൂർത്തം വരാനിരിക്കുന്നുണ്ട്. നീ മറന്നു പോകാൻ പാടില്ല. നിന്നെയും കാത്ത ആളുകൾ വരും.
ഇന്ന് നിനക്കാരോഗ്യമുള്ളത് കൊണ്ട്, നിന്റെ കയ്യിൽ വലിയ മെഗാ പിക്സലുകളുള്ള ഫോൺ ഉള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ മയ്യിത്തിനെയും അവിടെ വരുന്ന ആളുകളെയും പകർത്താൻ നീ മത്സരിക്കുന്നുവെങ്കിൽ, യാസീൻ ഓതുന്ന സ്ഥാനത്ത് ഭൗതികമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ആ കാര്യങ്ങൾ നീ പകർത്തുന്നുവെങ്കിൽ, നാളെ നിനക്കിതുപോലൊരു സന്ദർഭമുണ്ടായാൽ അതിന്റെ ഇരട്ടിയായി ഇത്തരം ദുഷിച്ച ചിന്താഗതിയുള്ള ആളുകളെ അള്ളാഹു നിന്റെ അടുക്കലേക്ക് എത്തിക്കും. ആ കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ ഗൗരവത്തോടെ ഉണർത്തുകയാണ്, ഇത്തരം ദുഷിച്ച പ്രവണതകളിൽ നിന്ന് ഈമാനിന്റെ ശക്തി കൊണ്ട് നമ്മൾ വിട്ടുനിൽക്കണം. മരിച്ച വീടുകളിലും മരിച്ച വീടുകളുടെ പരിസരങ്ങളിലും തഖ്വയും അള്ളാഹുവിലേക്കുള്ള ഭയവും മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകളുമായിരിക്കണം നിറഞ്ഞു നിൽക്കേണ്ടത്. ഇധർ ജിന്ദഗി കാ ജനാസ ഉഠേഗാ, ഉധർ ജിന്ദഗി ഉൻകെ ദുൽഹൻ ബനേഗാ. മരണത്തിന്റെ യാഥാർത്ഥ്യം എത്രമേൽ ഭയാനകമാണ്. ജീവിതം പുതിയാപ്പളയായി ഇവിടെ ഒരു വീട്ടിൽ നിന്നിറങ്ങുമ്പോ തൊട്ടടുക്കലുള്ള വീട്ടിൽ നിന്ന് മയ്യിത്തായി ജീവിതം ഇറങ്ങുകയാണ്. ഇവിടെയും പുതുവസ്ത്രങ്ങളാണ്, അവിടെയും പുതുവസ്ത്രങ്ങളാണ്. മുൽക്കേ അദമ്മയാറോ ക്യാ ഈദ് ഹോ രഹി ഹേ. ആർക്കാണ് അവിടെ പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നത്? ആരുടെ പെരുന്നാളാണത്? മർനെ വാലാ ജാതാ ഹേ കപ്പടെ ബദൽ ബദൽ കർ. അവിടെ ആരുടെയും പെരുന്നാളല്ല, അവിടെ പുതുവസ്ത്രങ്ങൾ വാങ്ങിയിരിക്കുന്നത് മരിച്ചുപോയ ആൾക്ക് വേണ്ടിയാണ്. മരിച്ചവൻ യാത്രയാവുകയാണ്. മരിച്ചവൻ യാത്രയാകുമ്പോ പഴയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടല്ല അവൻ പോകുന്നത്. എത്ര വലിയ ധനാഢ്യനാവട്ടെ, എത്ര വലിയ സമ്പന്നനാവട്ടെ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ളയാളാവട്ടെ, മരിച്ചവൻ യാത്രയാകുമ്പോ സ്വത്തിൽ നിന്ന് കൊണ്ടുപോകാനൊന്നുമില്ല. മാക്സിമം 300 രൂപയെ അവന്റെ കഫൻപുടക്ക് ആവശ്യമുണ്ടാവുകയുള്ളൂ. ഇവിടെ നിന്ന് 2000 രൂപയുടെ ഷർട്ട് ധരിക്കുന്നവൻ, 3000 രൂപയുടെ ചെരിപ്പിടുന്നവൻ, വലിയ വലിയ വാഹനത്തിൽ കയറി സഞ്ചരിക്കുന്നവൻ, എല്ലാ 15000 രൂപയുടെ വാച്ച് കെട്ടുന്നവൻ എല്ലാം അടിച്ചെടുക്കുകയാണ്. വാച്ചു വേണ്ട, വള വേണ്ട, ആഭരണങ്ങൾ ഒന്നുമേ വേണ്ട, ഒന്നും നിന്റെ ശരീരത്തിൽ വേണ്ട. അങ്ങാടിയിൽ പോയാൽ കിട്ടുമല്ലോ, 300 രൂപയെ ഉള്ളൂ 3 കഷ്ണം തുണിക്ക്. ആ തുണി മാത്രമേ നിന്റെ ശരീരത്തിൽ ഇനി ആവശ്യമുള്ളൂ. ഇതുപോലൊരു രംഗം നിനക്കും നാളെ വരാനുണ്ട്. ഹബീബായ റസൂലുള്ള പറയുകയാണ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളായിരിക്കും അവന് ലഭ്യമാവുക. മാ അകലഫ അഫ്നാ, അവൻ ജീവിതത്തിൽ എന്തൊക്കെ ഭക്ഷണം കഴിച്ചുവോ ആ ഭക്ഷണം കഴിച്ചവന്റെ ശരീരത്തോട് ചേർന്നുവോ, അവന്റെ തടിയോട്, അവന്റെ ശരീരത്തോട്, മജ്ജയോട്, മാംസത്തോട് എന്തെല്ലാം ചേർന്നിട്ടുണ്ടോ അതവന് കിട്ടിയതാണ്. ഔ ലബിസ ഫഅബ്ലാ, അവൻ എന്തൊക്കെ ധരിച്ചിട്ടുണ്ടോ ആ ധരിച്ചതിൽ ബാക്കിയുള്ളത് അവന് ഉപകാരപ്പെടില്ല. ആലുവയിൽ ഞാൻ ഇരിക്കുമ്പോ ഒരു സഹോദരന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇതെന്റെ മകന്റെ വസ്ത്രങ്ങളാണ്, എത്രയോ പാന്റുകളുണ്ട്, എത്രയോ ഷർട്ടുകളുണ്ട്. ഉസ്താദേ മകൻ മരിച്ചു, ഇത് കാണുമ്പോ എന്റെ ഭാര്യക്ക് വലിയ സങ്കടമാണ്, അതുകൊണ്ട് ഉസ്താദ് ഇത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നപ്പോ ഞാൻ ആലോചിച്ചു പോയി. ഔ ലബിസ ഫഅബ്ലാ, ആ കുട്ടിക്ക് 18 വയസ്സായിരുന്നു പ്രായം. അതിന്റെ മുമ്പ് അവൻ എത്രയോ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ വസ്ത്രങ്ങൾ പലതും നശിച്ചു പോയിട്ടുണ്ട്. എന്നാൽ നശിക്കാത്ത വസ്ത്രങ്ങൾ ഇനിയും ആളുകൾ ഉപയോഗിക്കുകയാണല്ലോ. ഔ അഅ്താ ഫഖ്തനാ, അല്ലാഹുവിന് വേണ്ടി അവൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ദീനിന് വേണ്ടി അവൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ? അതുമാത്രമേ അവൻ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു തരുമാറാകട്ടെ. ഈമാൻ അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മരണം സംഭവിച്ച വീടെന്ന് പറയുന്നത് ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും വീടായിരിക്കുമല്ലോ. ഏറ്റവും വലിയ സങ്കടം വഴിഞ്ഞൊഴുകുന്ന ആ വീട്ടിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് വിശ്വാസികളായ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. മരണം സംഭവിച്ച വീട്ടിൽ
നമ്മൾ സംസാരിച്ചിരിക്കുന്നവരാകരുത്. മരണം സംഭവിച്ച വീട് ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ, സങ്കടത്തിന്റെ ഏറ്റവും വലിയ ഒരു സാഹചര്യമുള്ള ഒരു വീടായിരിക്കും. ചിലപ്പോൾ ആ മരിച്ചുപോയവരുടെ മക്കൾ അവിടെ ഉണ്ടാകും, മരിച്ചുപോയവരുടെ ഭാര്യ അവിടെ ഉണ്ടാകും, ആണാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് അവിടെ ഉണ്ടാകും. ആ വീട്ടിൽ പോയാൽ, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ, മര്യാദകളുടെ സർവ്വ സീമകളും നമ്മൾ ലംഘിക്കുകയാണ്. അല്ലെങ്കിലേ ഒരു മുഅ്മിൻ ശബ്ദമുയർത്തി സംസാരിക്കേണ്ട ആവശ്യമില്ല, ശബ്ദം താഴ്ത്തി സംസാരിക്കേണ്ടവനാണ് ഒരു മുഅ്മിൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരായിരുന്നു എന്ന് മാത്രമല്ല, നീ നിന്റെ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയും ചെയ്തു, നിന്റെ ശബ്ദത്തെ നീ താഴ്ത്തുക. വഖ്ഫിൽ, നിന്റെ ശബ്ദത്തെ നീ താഴ്ത്തുക. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ വഗ്ളുൽ മിൻ സൗതിക്. നീ ശബ്ദം കുറച്ച് സംസാരിക്കണം. നിന്റെ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണെന്ന്. മരിച്ച വീട്ടിൽ ചെന്നാൽ അതിന്റെ ഒരു മര്യാദയാണ്. നമ്മൾ അവിടെ അനാവശ്യമായി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അതെടുക്ക് ഇതെടുക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ആകെ മോശമായ രീതിയിൽ സംസാരിക്കുന്നവരാകരുത്. മരിച്ച വീട്ടിൽ പത്രം വായിക്കുക. പത്രം വായിക്കാൻ എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക്. പത്രം വായിക്കുക എന്ന് പറയുന്നത് ആ മരിച്ചവനോട് കാണിക്കുന്ന അനീതിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്ക് ദുഃഖമില്ലേ? നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ? പത്രം വായിച്ച് ആ സങ്കടമില്ലായ്മ പ്രകടിപ്പിക്കുന്നവരാകരുത് നമ്മൾ. മയ്യിത്തായി കിടക്കുന്നയാൾക്ക് എല്ലാം അറിയാനുള്ള അവസരം അള്ളാഹു കൊടുക്കുന്ന, എല്ലാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മയ്യിത്ത, ഒരു മയ്യിത്ത്, യഅരിഫു മൻ യഗ്സിലു, തന്നെ കുളിപ്പിക്കുന്ന ആളെ മയ്യിത്തിന് അറിയാൻ കഴിയും. കാരണം കാഴ്ചകൾ മാറിപ്പോയല്ലോ. ഫബസറുകൽ യൗമ ഹദീദ്, മരണത്തോടെ അങ്ങനെ ഒരവസ്ഥയാണ് അല്ലേ? എന്താണ്? അതുവരെ നിന്റെ കാഴ്ചക്ക് പരിധി ഉണ്ടായിരുന്നു, ഇനി ആ പരിധികളൊന്നുമില്ല, ഇനി എല്ലാം അറിയാൻ. ആരാണ് തന്നെ ചുമക്കുന്നത് എന്നാ മയ്യിത്തിനറിയാം, ആരാണ് തന്നെ കഫൻ ചെയ്യുന്നത് എന്നാ മയ്യിത്തിനറിയാം. വമൻ യുദല്ലീഹി ഫീ ഹുഫ്റതിഹി, ആരാണ് തന്നെ ആ കുഴിയിലേക്ക് താഴ്ത്തുന്നത് എന്നും ആ മയ്യിത്തിനറിയാം. വേറെ ഒരു ഹദീത്തിൽ കാണാം, ഒരു മയ്യിത്ത്, ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യിത്തിന്റെ റൂഹ് അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിക്കും എന്നാണ്. ഒരു മലക്കിനെ ഏൽപ്പിക്കും. എന്നിട്ട് ആ മലക്ക് ഈ റൂഹിനെ ഇങ്ങനെ പിടിക്കും. ആ റൂഹ് എന്താണ് തന്റെ ശരീരവുമായിട്ട് ഈ മനുഷ്യന്മാര് ചെയ്യുന്നത് എന്ന് ആ റൂഹിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് കുളിപ്പിക്കുന്നത്, എങ്ങനെയാണ് കഫൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവനെ കൊണ്ട് നടക്കുന്നത്, എങ്ങനെയാണ് അവനെ കൊണ്ട് സഞ്ചരിക്കുന്നത്. ഇടയ്ക്ക് ഈ മലക്ക് ഈ റൂഹിനോട് പറയും, ജനങ്ങൾ നിന്നെ കുറിച്ച് പറയുന്ന ആ പ്രകീർത്തനം മനുഷ്യ നീ കേട്ടോ എന്ന് ഈ മനുഷ്യനോട്, റൂഹിനോട്, ഈ റൂഹിനോട് മലക്ക് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക, പിന്നെയുള്ളത് ജീവിതത്തിലെ അവസാന യാത്രയാണ് അല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. അതുവരെ നമ്മുടെ യാത്രക്ക് പലരുമുണ്ടായിരുന്നു സഹായമായിട്ട് അല്ലേ? നമുക്ക് സ്വന്തം പോകാമായിരുന്നു, യാത്രക്കിടയിൽ കാഴ്ചകൾ കാണാമായിരുന്നു. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്റ് ചൊല്ലി, ഖബറിലേക്കുള്ളൊരു
പോക്ക് മനസ്സിൽ നീ ഓർത്തൊന്ന് നോക്ക്. തൊട്ടിലീലാടിയ കുട്ടി പച്ച മണ്ണോട് ചേർന്നങ്ങൊട്ടി. ഖബറിലേക്കുള്ള ആ പോക്ക് ഹബീബായ റസൂലുള്ള പറയാണ്, ഇദാ വുളിഅത്തിൽ ജനാസ, ഒരു ജനാസ മയ്യിത്ത് കട്ടിലിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ വഹ്തമലഹർ റിജാലു അലാ അഅനാഖിഹിം, ആളുകൾ അവരുടെ തോളുകളിൽ ഈ മയ്യിത്ത് ചുമന്നു കഴിഞ്ഞാൽ ഫഇൻ കാനത് സ്വാലിഹാ, ഈ മയ്യിത്ത് നല്ല മയ്യിത്താണെങ്കിൽ ആ മയ്യിത്ത് ആ കട്ടിലിൽ കടന്ന് വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ. വസിയ്യത്ത് ചെയ്യണം മുഅ്മിനീങ്ങളെ, വസിയ്യത്ത് ചെയ്യണം. എല്ലാവരും വസിയ്യത്ത് ചെയ്യണം എന്നല്ല. ഇന്നിപ്പോ അങ്ങനെ വസിയ്യത്ത് ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ ദേഷ്യം പിടിക്കും, നിങ്ങൾ ഇപ്പൊ തന്നെ മരിക്കാൻ പോകണമെന്ന് ചോദിക്കും. പക്ഷേ എന്നാലും വസിയ്യത്ത് ചെയ്യണം. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചേക്കരുത് എന്നതായിരിക്കണം വസിയ്യത്ത്. ഒരു ദിവസം അങ്ങോട്ട് വെക്കുക, 2 ദിവസം വെക്കുക, പാടില്ല. പാടില്ല എന്നല്ല, മയ്യിത്ത് ആഗ്രഹിക്കുക, വേഗം പോകാനായിരിക്കും മുഅ്മിനാണെങ്കിൽ. ഖദ്ദിമൂനി ഖദ്ദിമൂനി വഇൻ കാനത് ഗൈറു സ്വാലിഹ, നല്ല മയ്യിത്തല്ലെങ്കിലോ ആ മയ്യിത്ത് വിളിച്ചു പറയുകയാണ്, യാ വൈലഹാ, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, ഐന തദ്ഹബൂന ബിഹാ, ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ആ മയ്യിത്തിന്റെ ശബ്ദം കേൾക്കുന്നതാണ്. വലൗ സമിഅൽ ഇൻസാനു ലസ്വഇഖാ, മനുഷ്യൻ കേട്ടാൽ മനുഷ്യൻ വീണുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ. 30 ഈ മസ്ജിദിന്റെ മുമ്പിലൂടെ നമ്മിൽപ്പെട്ട എത്രയോ ആളുകൾ ഇതിലേതെങ്കിലും ഒരു വിളിയാളം ഉയർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും അള്ളാഹുവിനെ പേടിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഇതിലെ ഏതെങ്കിലും ഒരു വിളി ഉയർത്തും എന്ന കാര്യം അവിതർക്കിതമാണ്. അത് കേൾക്കാൻ നമ്മുടെ ചെവിക്ക് കപ്പാസിറ്റി ഇല്ല. അത് കേട്ടാൽ പിന്നെ ഇവിടെ ജീവിക്കാനും കഴിയില്ല. അങ്ങനെയായിരിക്കും രംഗം. യാ അല്ലാ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ ബാധ്യതയാണ്. എന്ത്? മയ്യിത്തിന്റെ പിന്നാലെ പോവുക എന്നുള്ളത് ബാധ്യതയാണ്. ചില ആളുകളെ മരിച്ചത് കാണാൻ വേണ്ടി ചെല്ലും. എന്ത്? ഈ മയ്യിത്ത് വല്ല ചീത്ത എന്നെ പറയുമെന്നുള്ള നിലക്കായിരിക്കും ചില ആളുകൾ പോവുക. ഭയങ്കര തിരക്കാണ്, പ്രശ്നം ആരോടോ നിന്നോട് വരാൻ പറഞ്ഞത്? അത്രേ ഉള്ളൂ. അതിൽ യഥാർത്ഥത്തിൽ മയ്യിത്തിനോടുള്ള പൊതുവെയുള്ള ബാധ്യത എന്ന് പറയുന്നത് ഇദാ മാത ഫത്തബിഉഹു, മരിച്ചവന്റെ പിന്നാലെ പോയി ആ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നതാണ്. അല്ലവന്റെ വീട്ടിൽ പോയിട്ട് അസ്സലാമു അലൈക്കും ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പോരുക എന്നുള്ളതല്ല. അങ്ങനെ ചില ആളുകളുണ്ട്. ചെല്ലുന്നതിനും സലാം പറയുന്നതിനും എതിരല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ചെന്നിട്ട് ഓൻ്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ച് തിരിച്ചു പോരുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഈ മയ്യിത്തിന്റെ പിന്നാലെ എങ്ങനെ പോവാ. ആ സമയത്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നത്, ചില ആളുകൾ നിശബ്ദമായി നടക്കണമെന്ന് ജൽപ്പിക്കുന്നുണ്ട് ക്രൂരന്മാർ. അവനത് പറയൽ നിഷിദ്ധമാണത്രേ. അവനത് ആ രീതിയിൽ മയ്യിത്തിന്റെ പിന്നാലെ പോകുന്നത് അവർക്ക് അലർജിയാണത്രേ. ഫോൺ ചെയ്യാൻ വർത്തമാനം പറഞ്ഞാലും തഹ്ലീല് ചെല്ലാൻ പാടില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. ഈ മയ്യിത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ ചൊല്ലിയിട്ട് ഇങ്ങനെ പോവാണ് മനുഷ്യരെ. അപ്പൊ നമ്മൾ മാത്രല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ 40 മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് രക്ഷ നൽകും, അവരെ സ്വർഗത്ത് കടത്തുന്ന. അപ്പോ ഞാള് കുറഞ്ഞതുകൊണ്ട് ബേജാറാവണമെന്നല്ല, പക്ഷെ ആള് കൂടി ഞങ്ങൾ മനസ്സിലാക്കിക്കോളി, ഇവര് നല്ല മനുഷ്യന്മാരായിരുന്നു. ആലുവയില് ഞാൻ വന്ന കാലം മുതൽ എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു ആലുവയിലെ ഇസ്ലാമിയ കുഞ്ഞു മുഹമ്മദ് ഖാൻ. അള്ളാഹു ആ മനുഷ്യന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ.
പരിചയമില്ലേ? പരിചയമില്ലാത്തവരാരുമില്ല, അധികം ആളുകൾക്കും പരിചയം ഉണ്ടാവും. ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. അവിടെ ബുക്ക് സ്റ്റാളിൽ ഏതെങ്കിലും ഉസ്താദുമാരാണ് മൂപ്പരുടെ മെയിൻ ആള്. ജോലി ഇല്ലാത്തവരുണ്ടെങ്കിൽ മൂപ്പരോട് ബന്ധപ്പെട്ടാൽ മതി. ഭക്ഷണം ഇല്ലാത്തവരുണ്ടെങ്കിൽ മൂപ്പരോട് പറഞ്ഞാൽ മതി. ആരെങ്കിലും വന്ന് ഭക്ഷണത്തിന് ചോദിക്കും, ചിലപ്പോൾ പിച്ച ചോദിക്കുന്ന ആള് വല്ലതും കഴിച്ചിട്ട് 4 ദിവസമായി എന്ന് പറഞ്ഞാൽ ഒരു പൈസ അല്ല കൊടുക്കുക, ഒരു സീല് വെച്ചിട്ട് ഒരു കാർഡ് കൊടുക്കും. അവിടെ എവറസ്റ്റ് ഹോട്ടലിൽ പോയി കഴിച്ചോളൂ എന്ന് പറയും. അങ്ങനെയാണ്. ഞാൻ ഈ ആലുവയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മയ്യിത്ത് നിസ്കരിക്കാൻ കണ്ടത്, നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടത് ഇസ്ലാമിക കുഞ്ഞുമൊക്കെ മരിച്ചപ്പോഴാണ്. അല്ലേ? കാരണം എന്താ? വേറെ അജണ്ടകളൊന്നും ജീവിതത്തിലില്ല. ഹബീബായ റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മലായികത തംശി അമാമൽ ജനാസ. ഈ മയ്യിത്തിന്റെ മുന്നിൽ മലക്കുകൾ ഉണ്ടാവും. മയ്യിത്തിന്റെ മുന്നിൽ മലക്കുകൾ നടത്തിയിട്ട് ഈ മലക്കുകൾ ഈ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, മാ ഖദ്ദമ ഫുലാൻ, ഈ മനുഷ്യൻ നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യന്മാരുണ്ടാവും, അവർ പറയുന്നത് മാ തറക ഫുലാൻ, ഈ മനുഷ്യൻ എന്താണ് അവന്റെ അനന്തരഗാമികൾക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടുള്ളത്. അല്ലേ? നമ്മളൊരാൾ മരിച്ചു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് പറയാൻ എന്താണ്? അവരെന്താ ഒഴിവാക്കി? ഇവർക്ക് വീടുണ്ടോ, പറമ്പുണ്ടോ? ഞാൻ ഇപ്പോൾ തൊട്ടും പിന്നോട് ഒരാൾ മരിച്ചു വിവരം പറഞ്ഞപ്പോൾ പോലും ഞാനത് ചോദിച്ചു. അത് അറിയാതെ ചോദിച്ചു പോകും. നമ്മളുടെ നാട്ടിലൊരാൾ മരിച്ചാൽ പറയും, മൂപ്പരുടെ മക്കൾക്ക് ഇനി ഭൂമിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ പറയാറില്ലേ? അത് പറയും. ജനങ്ങളതാ പറയാ. മലക്കുകൾ പറയുന്നത് മാ ഖദ്ദമ ഫുലാൻ. ഈമാനുള്ളവൻ മരിച്ചാൽ ആകാശവും ഭൂമിയും മലക്കുകളും കരയും. ആകാശവും കരയും, ഭൂമിയും കരയും, മലക്കുകളും കരയും. റസൂലുള്ള പറയാണ്, ജനാസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവൻ പങ്കെടുത്താൽ അവന് വലിയ പ്രതിഫലമാണ്. മൻ ഷഹിദൽ ജനാസ ഹത്താ യുസല്ലി അലൈഹാ ഫലഹു ഖിറാത്ത്. ഒരാൾ മയ്യിത്ത് നിസ്കരിക്കുന്നത് വരെ ഒരു ജനാസയിൽ പങ്കെടുത്താൽ അവന് 1 ഖിറാത്തുണ്ട്. ഒരാൾ പങ്കെടുത്തു, ഹത്താ തുദ്ഫന ഫലഹു ഖിറാത്താൻ, അത് ഖബറടക്കം ചെയ്യപ്പെടുന്നത് വരെ ഒരാൾ പങ്കെടുത്താൽ ആ മനുഷ്യന് 2 ഖിറാത്തുകളുണ്ട്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയേ എന്താണ് ഈ ഖിറാത്ത്? അപ്പോൾ പറഞ്ഞു, മിസ്ലൽ ജബലൈനിൽ അളീമൈൻ, വലിയ 2 പർവ്വതങ്ങൾക്ക് സമാനമായ പ്രതിഫലമാണ്. നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലൂ, നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ ആ പ്രതിഫലമൊക്കെ ആഗ്രഹിച്ചിട്ട് വേണം ചെയ്യാൻ. ജനാസ കൊണ്ടുപോകുമ്പോൾ സാവധാനത്തിൽ കൊണ്ടുപോകരുത്. അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസയുമായി വേഗത്തിൽ നടക്കണം. ഫഇൻ തകു സ്വാലിഹാ, നല്ല മയ്യിത്താണെങ്കിൽ അതല്ലേ അയാൾക്ക് ഖൈറ്. നല്ലതല്ല എങ്കിൽ ഫശർറുൻ തളഊനഹാ അൻ റിഖാബികും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ചുമലുകളിൽ ആ മോശമായ മയ്യിത്തുമായി കൂടുതൽ സമയം നിൽക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു സ്ത്രീയെ കൊണ്ടുപോകുമ്പോൾ ആ മയ്യിത്ത് കട്ടൽ മൂടൽ നമ്മൾ സാധാരണ പുരുഷന്മാർക്കും ചെയ്യാറുണ്ട്. സ്ത്രീകളുടെ ആണെങ്കിൽ അത് മൂടൽ പ്രത്യേകമായ സുന്നത്താണ്. മയ്യിത്ത് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതാണ്. അത് മുസ്ലിമിൻ്റെതാണെങ്കിലും അമുസ്ലിമിൻ്റെതാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. മയ്യിത്ത് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, കണ്ണിൽ നിന്ന് മറയുന്നത് വരെ. ഇദാ റഅയ്തുമുൽ ജനാസ, നിങ്ങൾ ഒരു മയ്യിത്ത് കണ്ടാൽ ഫഖൂമു, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ആ മയ്യിത്ത് നിങ്ങൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ. അപ്രകാരം വാഹനപ്പുറത്ത് പോവുക എന്നുള്ളത് ഒഴിവാക്കലാണ് നല്ലത്. അപ്പോൾ അങ്ങനെ മയ്യിത്ത് കാണാൻ പോവാണ്, പള്ളിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആദ്യം പള്ളിയിൽ കൊണ്ടുപോയിട്ട് വാഹനം വെക്കുക, എന്നിട്ട് നടന്നിട്ട് ഈ വീട്ടിൽ കാണാൻ വരിക, അത് കഴിഞ്ഞിട്ട് നടന്നിട്ട് മയ്യിത്തിന്റെ പിന്നാലെ പോവുക. എന്നാൽ തിരിച്ചു വരുന്ന സമയത്ത് ആ മയ്യിത്ത് വാഹനത്തിൽ വരാം എന്നുള്ളതാണ്. ചിന്തിക്കണം. എവിടെ നിന്നാണോ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ആ മണ്ണിലേക്കാണ് അവൻ മടങ്ങുക എന്നുള്ളതാണ്.
വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.